ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റേതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക, വാല്യുബിൾ കമൻസ് അറിയിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. ഒരു കപ്പ് മൈദ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കാൽ ടീസ്പൂൺ ഉപ്പ്. ഇത് നല്ലപോലെ ഒന്ന് സീവ് ചെയ്തെടുക്കാം. ഇത് വീണ്ടും സീവ് ചെയ്യണം. 3 വട്ടമൊക്കെ ആയിട്ട് സീവ് ചെയ്തെടുക്കാം. 3 വട്ടം സീവ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് 4 മുട്ട എടുത്തിട്ടുണ്ട്. മീഡിയം സൈസുള്ള മുട്ടയാണ്. നല്ല വലിപ്പമുള്ളതാണെങ്കിലും 3 എടുത്താൽ മതി. നമുക്ക് ഈ ബൗളിലോട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ബീറ്റർ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലോട്ട് അര കപ്പ് പൊടിച്ച പഞ്ചസാര കൂടിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ഓയിൽ തന്നെ വേണം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. വല്ലാണ്ട് കുറേ നേരം ഒന്ന് ബീറ്റ് ചെയ്യണ്ട. അതിനുശേഷം നമ്മൾ സീവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 വട്ടമായിട്ട് ഇതിലോട്ട് ഇട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് എടുത്താൽ മതി. സെക്കൻഡ് പാർട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1/4 കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളക്കാൻ പാടില്ല. ഒരേ ഡയറക്ഷനിലേക്ക് മാത്രമേ ഇളക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വഴി ഇളക്കി മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്റർ സെറ്റായിട്ടുണ്ട്. നമുക്കിത് ട്രേയിലേക്ക് പകർത്തി കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു ടിൻ എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് തട്ടി കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് റിമൂവ് ആവാനാണ്. ഓവനിലാണ് ബേക്ക് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് ഈ കേക്ക് ടിൻ വെച്ച് കൊടുത്ത് ഒരു 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ സ്റ്റൗ ടോപ്പുമ്മയാണ് ചെയ്യുന്നത്. സ്റ്റൗ ടോപ്പുമ്മ ഒരു ചൂട് കട്ടിയുള്ള പാത്രം വെച്ച് അതിനുള്ളിലോട്ട് റിങ് ഇറക്കി ഈ കേക്ക് ടിൻ അതിനുള്ളിലോട്ട് ഇറക്കി വയ്ക്കാം. ഇതും 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാത്രമായിരിക്കണം. അതും ഇതുപോലെ 25 to 30 മിനിറ്റ്സ് കൊണ്ട് ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. പെർഫെക്റ്റ് ആയിട്ട് ഓവനിൽ ചെയ്ത പോലെ കിട്ടുന്നതാണ്. അത് ബേക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടിയിട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാനിലോട്ട് കുറച്ച് ബദാം ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതൊരു 100 ഗ്രാമോളുണ്ട്. 50 ഗ്രാം എടുത്താലും മതി കേട്ടോ. ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്യാൻ മതി. നെക്സ്റ്റ് സോസ് റെഡിയാക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് എങ്ങോട്ടും പോകരുത്. ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം. എളുപ്പപ്പണിക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് മെൽറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം.
മെൽറ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് സമയം എടുത്ത് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഈ കട്ടകളൊക്കെ ഒന്ന് അലിഞ്ഞ് സെറ്റാവാണ്ട്. കുറച്ചധികം സമയം തന്നെ അതിന് വേണം കേട്ടോ. നമ്മുടെ ഷുഗർ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പിൻ്റെ ചൂടുകൊണ്ട് അലിഞ്ഞോളും, മെൽറ്റായിക്കോളും. നമ്മുടെ ബട്ടർക്ക് നല്ലപോലെ അങ്ങോട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. നമ്മൾ എന്തോരാണോ ഷുഗർ എടുക്കുന്നത് അത്ര തന്നെ വിപ്പിംഗ് ക്രീമും എടുക്കണം. ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. വിപ്പിംഗ് ക്രീം തണുപ്പാണല്ലോ, അതുകൊണ്ട് കട്ട പിടിച്ച പോലെയൊക്കെ തോന്നും. പക്ഷേ ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്താൽ ഒക്കെ മെൽറ്റായി വന്നോളും. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒന്ന് മെൽറ്റായി കിട്ടട്ടെ. ഇതൊന്നും നേരത്തെ പറഞ്ഞോളെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടിയിടരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ മെൽറ്റ് ചെയ്ത് എടുക്കണം. നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് റെഡി ആയിട്ടുണ്ട്. എല്ലാം മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്നൊന്നും ആവില്ല, കുറച്ച് സമയം പിടിക്കും. എങ്കിലും നല്ല പെർഫെക്റ്റായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മെൽറ്റാക്കി സമയം എടുത്തിട്ട് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്യാം. വേറൊരു ബൗളിലോട്ട് പകർത്തി മാറ്റി വയ്ക്കാം. ശേഷം പ്രളയം തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. വീണ്ടും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കല്ല, ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. കരിഞ്ഞു പോയാൽ അതിൻ്റെ മൊത്തത്തിലെ ടെക്സ്ചറ് മാറിപ്പോവും. അതുകൊണ്ട് സൂക്ഷിച്ച് പതുക്കെ ലോ ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കണം. മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള ബദാം ഇട്ട് കൊടുക്കാം. റോസ്റ്റ് ചെയ്തിട്ടുള്ള ബദാമായ കാരണം ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി. ഇതൊരു പ്ലേറ്റിലോട്ട് പകർത്തിയിട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഷുഗർ സിറപ്പ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് 3/4 കപ്പ് പാല് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇതിലോട്ട് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ആദ്യം നമ്മൾ ഉണ്ടാക്കി മാറ്റി വെച്ചില്ലേ, അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ആ സോസ് 1/4 കപ്പ് കൂടെ ഇട്ട് കൊടുത്താൽ അതിലും മതി. അതായത് 1/2 കപ്പ് മൊത്തം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് ഇട്ട് കൊടുത്താൽ മതി. പഞ്ചസാര ഇടണമെന്നില്ല. ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഷുഗർ സിറപ്പും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇത് ഓഫ് ചെയ്യാം. കേക്ക് ടിന്നിൽ നിന്ന് മാറ്റി ലേയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുവരെ ബൗൾ എടുത്തിട്ട് അതിലോട്ട് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഇത് ബീറ്റർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1 മിനിറ്റോളം ആയിട്ടുണ്ട്. അടുത്ത സ്പീഡിൽ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കമത്തിയാലും നിലത്ത് പോവില്ല, ആ രീതിയിലാവണം. ടേബിളിന് മുകളിലോട്ട് ഒരു കേക്ക് ബേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സെൻറ്ററിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഒരു ലെയർ വെച്ച് കൊടുക്കാം. അതിന് മുകളിലോട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തൊന്ന് വെയിറ്റ് ചെയ്തെടുക്കാം. അതിന് മുകളിലോട്ട് വിപ്പിംഗ് ക്രീം. ഇതിന് മുകളിലോട്ട് കുറച്ച് ഷുഗർ സോസ്. അതിന് മുകളിലോട്ട് പ്രലൈൻ അങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കുറച്ച് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ലെയേഴ്സും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ ക്രം കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കിയുള്ള സെറ്റിങ്സ് ചെയ്യാം. വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ട് ഫിനിഷിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈഡിൽ വിപ്പിംഗ് ക്രീം ഇല്ലാത്ത ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
കേക്കിൻ്റെ സൈഡ്സിൽ പ്രലൈൻ പൊടിച്ചത് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ നോസിൽ വെച്ചിട്ട് കുറച്ച് ഫ്ലവർ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സെൻറ്റർ പോർഷനിൽ നമുക്ക് പേരെന്തിട്ടാന്ന് ചെയ്ത് കൊടുക്കാം. ഇത് ഹാപ്പി ബർത്ത്ഡേ മാത്രം വെച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കണത്. അത് കാരണം ഞാൻ പേരൊന്നും എഴുതിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻസ് അറിയിക്കാനും മടിക്കാതെ ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.